പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ണൂർ സ്റ്റൈലിലുള്ള കലത്തപ്പം എടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ രാവിലെ ബാക്കി വന്ന ദോശമാവ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത്യാവശ്യം ലൂസായ കൂട്ട് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അത്യാവശ്യത്തിന് വെല്ലം, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള വെല്ലം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ ബാക്കി വന്ന ദോശമാവൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ രാവിലെ അരച്ചുണ്ടാക്കിയെടുക്കുന്ന ദോശമാവ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് കൂട്ടി തലേന്ന് അരച്ച ദോശ ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഒരു വട്ടം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്, അപ്പോൾ അതത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന പച്ചരി മാത്രം അരച്ചുണ്ടാക്കുന്ന ദോശക്കാണ് ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാവോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈയിങ് പാനാണ് ചൂസ് ചെയ്യുന്നത്. അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്തും തേങ്ങ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ആദ്യം സവാള ഇട്ട് കൊടുക്കും, അതിന് ശേഷം വഴന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാം വഴന്നതിന് ശേഷം അത്യാവശ്യം ഒരു ബ്രൗൺ കളറായതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി വന്ന ദോശമാവൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. വെറുതെ വേസ്റ്റാക്കി കളയുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെയൊക്കെ അപ്പം ഉണ്ടാക്കി കൊടുക്കുക. മധുരമുള്ള അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ തേങ്ങാപ്പൂളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നന്നായിട്ട് വാടി വന്നതിന് ശേഷമാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ. ഈ സമയത്തൊക്കെ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ലോ ഫ്ലെയിം ആക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് തീ കൂട്ടി വെച്ചതിന് ശേഷമാണ് മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ സൈഡിലോട്ടൊക്കെ വന്ന ഈ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഞാൻ കുറച്ചും കൂടെ നടുഭാഗത്തേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം അപ്പം ഉണ്ടായി വരുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ലിഡ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് നോക്കാം. ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ടൂ. അപ്പോഴത്തേക്കും ഇതിന് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് ഒരു ഈർക്കിൽ വെച്ച് സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെയാണ് ഒരു ഈർക്കിൽ വെച്ചോ ഒരു കുത്തി വെച്ചോ ഒന്ന് കുത്തിയെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും താങ്ക് യു.